ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ചെമ്മീൻ ഇഷ്ടമല്ലാത്ത ആരാണുള്ളതല്ലേ? ചെമ്മീൻ ഫ്രൈ ചെയ്തും ചെമ്മീൻ കറി വെച്ചുമൊക്കെ നമ്മൾ വീട്ടിൽ കഴിക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ചെമ്മീൻ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ മുളകിട്ടതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ചെമ്മീൻ്റെ തലയും വാലും തൊലിയെല്ലാം നമ്മളിവിടെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മസാലകൾ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനൊക്കെ വറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല തയ്യാറാക്കുമല്ലോ, അതുപോലെയാണ് നമ്മളിവിടെ മസാല തയ്യാറാക്കുന്നത്. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമ്മളിതിൽ എല്ലാ ചെമ്മീനിലും മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിൽ നിന്ന് തൂവുന്നുണ്ട്. ചെമ്മീൻ ഓരോ വശം മുരിയുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഒരുപാട് ഫ്രൈ ആകണ്ട, ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നതിന് ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ആ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ബാക്കിയിരുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീനൊരു നല്ല ടേസ്റ്റ് ആണല്ലോ.
ഇതിലേക്ക് നമ്മളൊരു 3 കുടംപുളി അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അത് വെള്ളത്തോടു കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ടുള്ള കറിയല്ല, കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അതിനൊരു 1/2 ഗ്ലാസ് വെള്ളം തന്നെ മതിയാകും. കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം കൂട്ടിയെടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. കറി ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുളകിട്ട ചെമ്മീൻ കറി ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്